എവ്രിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5th ഹിന്ദി യൂണിറ്റ് 2 ഖുഷി കി ഖുഷിയിലെ ചാപ്റ്റർ 1 ആണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് നോക്കാം. ആദ്യം ചാപ്റ്ററിൻ്റെ പേരാണ് ചിഡിയ കാ ഘർ. ചിഡിയ, ചിഡിയ. ചിഡിയ എന്ന് വെച്ചാൽ പക്ഷി. ചിഡിയാക്ക എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ, ഘർ എന്ന് വെച്ചാൽ വീട്, പക്ഷിയുടെ വീട്. നിരങ്കാർ ദേവ് സേവക് എന്നാണ് കവിയുടെ പേര്. നിരങ്കാർ ദേവ് സേവക്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ പഠിച്ചു പോവാം. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക. ചിഡിയ എന്ന് വെച്ചാൽ പക്ഷി, ലിയേ എന്ന് വെച്ചാൽ എടുത്തു, ചോഞ്ച് എന്ന് വെച്ചാൽ ചുണ്ട്, ചോഞ്ച് മേ എന്ന് വെച്ചാൽ ചുണ്ടിൽ, തിൻക എന്ന് വെച്ചാൽ പുൽക്കൊടി, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മരത്തിൻ്റെ കഷ്ണം, പുല്ലിൻ്റെ കഷ്ണം. നമ്മുടെ പക്ഷികളൊക്കെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് പോവില്ലേ, അതിനെയാണ് നമ്മൾ തിൻക എന്ന് പറയുന്നത്. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക എന്ന് വെച്ചാൽ പക്ഷി ചുണ്ടിൽ എടുത്തു, എന്ത്, പുൽക്കൊടി എടുത്തു. ചലി ബനാനെ ഘർ. ചലി ബനാനെ ഘർ. ചലി എന്ന് വെച്ചാൽ പോയി, ബനാനെ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ, ഘർ എന്ന് വെച്ചാൽ വീട്, വീടുണ്ടാക്കാൻ പോയി. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക ചലി ബനാനെ ഘർ. ചുണ്ടിൽ പുൽക്കൊടി എടുത്തുകൊണ്ട് പക്ഷി വീടുണ്ടാക്കാൻ പോയി. കോൻ രഹേഗ, കോൻ രഹേഗ. കോൻ എന്ന് വെച്ചാൽ ആര്, രഹേഗ എന്ന് വെച്ചാൽ വസിക്കും അല്ലെങ്കിൽ താമസിക്കും. കോൻ രഹേഗ, ആര് വസിക്കും. കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ഉസ് എന്ന് വെച്ചാൽ ആ, ഘർ എന്ന് വെച്ചാൽ വീട്, ഘർ കെ എന്ന് വെച്ചാൽ വീടിൻ്റെ, അന്തർ എന്ന് വെച്ചാൽ അകത്ത്. അപ്പോൾ ആ വീടിൻ്റെ അകത്ത്, ഉസ് ഘർ കെ അന്തർ. കോൻ രഹേഗ, കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ആര് വസിക്കും, ആര് വസിക്കും ആ വീടിൻ്റെ അകത്ത്. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക ചലി ബനാനെ ഘർ. കോൻ രഹേഗ, കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ചുണ്ടിൽ പുൽക്കൊടി എടുത്തുകൊണ്ട് പക്ഷി പോയി വീടുണ്ടാക്കാൻ, ആര് വസിക്കും, ആര് വസിക്കും ആ വീടിൻ്റെ അകത്ത്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ആ ഒരു സ്റ്റാൻസയുടെ അർത്ഥം വരുന്നത്. ചിഡിയ കെ ദോ ബച്ചേ ഹോംഗെ ഉസ് ഘർ കെ അന്തർ, पर निकले तो उड़ जाएंगे फर 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 फर. चिड़िया के दो बच्चे होंगे. ചിഡിയ പക്ഷി, ചിഡിയ കെ പക്ഷിയുടെ, ദോ എന്ന് വെച്ചാൽ രണ്ട്, ബച്ച എന്ന് വെച്ചാൽ കുട്ടികൾ, കുഞ്ഞുങ്ങൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ, ഹോങ്കെ ഉണ്ടാകും, പക്ഷിയുടെ രണ്ട് കുട്ടികൾ ഉണ്ടാകും, രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടാകും. ഉസ് ഘർ കെ അന്തർ, നമ്മൾ പറഞ്ഞു ഉസ് ഘർ കെ അന്തർ എന്ന് വെച്ചാൽ ആ വീടിൻ്റെ അകത്ത്. പർ, പർ എന്ന് വെച്ചാൽ ചിറക്, നിക്ലേ, നിക്ലേ എന്ന് വെച്ചാൽ പുറത്ത് വന്നാൽ, തോ പുറത്ത് വന്ന് കഴിഞ്ഞാൽ, ഉഡ്, ഉഡ് എന്ന് വെച്ചാൽ പറക്കുക, ജായെങ്കെ എന്ന് വെച്ചാൽ പറന്നു പോകും. അപ്പോൾ പർ നിക്ലേ തോ ഉഡ് ജായെങ്കെ, ചിറക് പുറത്ത് വന്നാൽ പറന്നു പോകും. ഫർ 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 ഫർ. ഫർ 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 എന്ന ശബ്ദം, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്താകും, പറന്ന് പോകും. ഓക്കെ, ഇതാണ് ഈ പോയത്തിൻ്റെ അർത്ഥം വരുന്നത്. ഒന്നുകൂടെ ഒരുമിച്ച് നമുക്ക് വായിക്കാം. ചിഡിയ ലിയേ ചോഞ്ച് മേ തിൻക ചലി ബനാനെ ഘർ. कौन रहेगा उस घर के अंदर. चिड़िया के दो बच्चे होंगे उस घर के अंदर, पर निकले तो उड़ जाएंगे फर 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 फर. ओके, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. പെഹചാനെ ലിഖെ.
കണ്ട് മനസ്സിലാക്കൂ, എന്നിട്ട് എഴുതൂ. തിൻക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പുൽക്കൊടിയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണമാണ്. ചോഞ്ച് എന്ന് വെച്ചാൽ ചുണ്ടാണ്. അപ്പോൾ ഈ റെഡ് ബലൂൺ പോകുന്നത് എവിടേക്കാണ്? ചോഞ്ചിലോട്ടാണല്ലേ, ചുണ്ടിലോട്ടാണ്. അപ്പോൾ ഇവിടെ ചോഞ്ച് എന്നെഴുതും. ഈ വലിയൊരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു കുഞ്ഞു പുൽക്കൊടി അവിടത്തോട്ട് കാണിക്കുന്നത് എന്താണ്? ഈ പേർപ്പിൾ കളർ ബലൂണാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തെഴുതും? തിൻക. ഓക്കെ, തിൻക എന്ന് വെച്ചാൽ പുൽക്കൊടി. അടുത്ത ആക്ടിവിറ്റി എന്താ? ചിടിയാ കി ചോഞ്ച് മേ ക്യാ ഹെ? പക്ഷി, കി പക്ഷിയുടെ, ചോഞ്ച് ചുണ്ട്, ചോഞ്ച് മേ ചുണ്ടിൽ, ക്യാ എന്ത് ഉള്ളത്, പക്ഷിയുടെ ചുണ്ടിൽ എന്താണുള്ളത്? നമ്മൾ എന്തെഴുതും? ചിടിയാക്കി പക്ഷിയുടെ, ചോഞ്ച് മേ ചുണ്ടിൽ, തിൻകാ ഹേ പുൽക്കൊടിയാണുള്ളത്. ക്യാ തിൻക. ക്യാ ഹേക്ക് പകരം നമ്മൾ തിൻകാ ഹേ എന്ന് എഴുതി. ഓക്കെ. പെഹചാനെ ഓർ ലിഖെ. ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹേ. ഘർ എന്ന് വെച്ചാൽ വീട്, ഘർ കെ എന്ന് വെച്ചാൽ വീടിൻ്റെ, അന്തർ എന്ന് വെച്ചാൽ അകത്ത്, ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, ചിടിയാ കെ എന്ന് വെച്ചാൽ പക്ഷിയുടെ, ബച്ചേ കുഞ്ഞുങ്ങൾ ഉണ്ട്. ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹെ. വീടിൻ്റെ അകത്ത് പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ട്. ചിടിയ പക്ഷി, തിൻകോം തിൻക എന്ന് വെച്ചാൽ പുൽക്കൊടി, തിൻകോം എന്ന് വെച്ചാൽ പുൽക്കൊടികൾ, സേ പുൽക്കൊടികൾ കൊണ്ട്, ഘർ വീട്, ബനാത്തി ഹെ ഉണ്ടാക്കുകയാണ്. ചിടിയ പക്ഷി, കെ പക്ഷിയുടെ, ബച്ചെ കുഞ്ഞുങ്ങൾ, ഉഡ് പറന്ന്, ജാത്തെ ഹെ പോകുകയാണ്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? പുൽക്കൊടികൾ കൊണ്ടുവന്ന് കൂടുണ്ടാക്കുകയാണ്. ചിടിയ തിൻകൂൻ സെ ഘർ ബനാത്തി ഹെ. ചിടിയ പുൽക്കൊടികൾ കൊണ്ട് വീടുണ്ടാക്കുകയാണ്. രണ്ടാമത്തെ എന്താണ്? ചിടിയ കെ പക്ഷിയുടെ, ബച്ചെ കുട്ടികൾ, ഉഡ് ജാത്തെ ഹെ പറന്നു പോവുകയാണ്. പിക്ചർ നോക്കുക, ചിടിയുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുകയാണ്. മൂന്നാമത്തെ എന്താ? കൂട്ടിനകത്ത് പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. ഘർ കെ വീടിൻ്റെ, അന്തർ അകത്ത്, ചിടിയാ കെ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്, ബച്ചേ ഹെ ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹെ. അടുത്തത് പെഹചാനെ ഓർ താലിക ഭരെ. നോക്കിയിട്ട് എന്താ വേണ്ടത്? ടേബിൾ ഫില്ല് ചെയ്യുക. പിക്ചർ നോക്കുക, ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. ഘർ കെ അന്തർ കോൻ ഹെ. കോൻ എന്ന് വെച്ചാൽ എന്താ? ആര്. വീടിൻ്റെ അകത്ത് ആരാണുള്ളത്? വീടിൻ്റെ അകത്ത് ലഡ്കാ ഹെ. ഘർ കെ അന്തർ ലഡ്കാ ഹെ. വീടിൻ്റെ അകത്ത് ആൺകുട്ടിയാണുള്ളത്. കുത്ത, കുത്ത എന്ന് വെച്ചാൽ പട്ടി. കഹാം എന്ന് വെച്ചാൽ എവിടെ. പട്ടി എവിടെയാണുള്ളത്? പട്ടി വീടിന് പുറത്താണുള്ളത്. കുത്ത ഘർ കെ, പട്ടി വീടിൻ്റെ, ബാഹർ പുറത്ത് ആണ് ഉള്ളത്. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്. നദി മേ ക്യാ ഹെ. നദിയിൽ ക്യാ എന്താണുള്ളത്? നദി മേ മച്ച്ലി ഹെ മീനാണുള്ളത്. നദി മേ നദിയിൽ, മച്ച്ലി ഹെ മീനാണുള്ളത്. ബഗീച്ചേ മേ, ബഗീച്ച എന്ന് വെച്ചാൽ ഗാർഡൻ, പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ കോൻ, നമ്മൾ കോൻ പഠിച്ചു, ആരാണുള്ളത്? ബഗീച്ചേ മേ ലഡ്കി ഹെ പെൺകുട്ടിയാണുള്ളത്. ബഗീച്ചേ മേ പൂന്തോട്ടത്തിൽ, ലഡ്കിയാണുള്ളത് പെൺകുട്ടിയാണുള്ളത്. ചിടിയ കഹാ ഹെ. കഹാം എന്താണ്? എവിടെ. ചിടിയ എവിടെയാണുള്ളത്? ചിടിയ പേട് പർ ഹെ. ചിടിയ മരത്തിൻ്റെ, പർ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിലാണുള്ളത്. പർ നേരത്തെ നമ്മൾ പഠിച്ചു ചിറക് എന്നൊരർത്ഥമുണ്ട്. പക്ഷെ പേട് പർ എന്ന അർത്ഥം വരുമ്പോൾ മരത്തിൻ്റെ മുകളിൽ എന്നാണ് പറയുന്നത്. ചിടിയ കെ പർ എന്ന് പറയുമ്പോൾ പക്ഷിയുടെ ചിറക്, പക്ഷെ പേട് പർ എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ മുകളിൽ ആണുള്ളത്. പൗധേ, പൗധ എന്ന് വെച്ചാൽ ചെടി. പൗധേ മേ ചെടിയിൽ, ക്യാ ഹേ. ക്യാ എന്ന് വെച്ചാൽ എന്താണ്. എന്താണുള്ളത്? പൗധേ മേ ഫൂൽ ഹേ. ചെടിയിൽ പൂക്കളുണ്ട്. ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ. ചെടിയിൽ പൂക്കളുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം.
കോൻ എന്ന് വെച്ചാൽ ആര്, ആര്. കഹാം എന്ന് വെച്ചാൽ എവിടെ, എന്താണ്, എവിടെ. ക്യാ എന്ന് വെച്ചാൽ എന്ത്. ഓക്കെ. കോൻ എന്ന് വെച്ചാൽ ആര്, കഹാം എവിടെ, ക്യാ എന്ത്. ഓക്കെ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.